വലിയ പ്രാധാന്യമുള്ളതാണ്. തന്ത്രി ഒരുപാട് പൂജകൾ നിർവഹിക്കുന്ന ഒരാളാണ് തന്ത്രി ശബരിമലയിൽ. ഉത്സവബലിയൊക്കെ 4 മണിക്കൂർ 5 മണിക്കൂറാണ് ഉത്സവബലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പൂജയൊക്കെ നിർവഹിക്കുന്നത് തന്ത്രിയാണ്, പടിപൂജ നടത്തുന്നത് തന്ത്രിയാണ്. മറ്റെങ്ങുമില്ലാത്ത വിധം 41 ദിവസവും തന്ത്രി അവിടെ ഉണ്ട് താനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തന്ത്രി ആയിട്ട് നിൽക്കുന്ന ഒരാൾ അതിനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളത് ദേവസ്വം ബോർഡ് ഉറപ്പുവരുത്തണം. ആ അച്ഛൻ തന്ത്രിയായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മകൻ തന്ത്രി ആകാം എന്നുള്ളതല്ല നമ്മുടെ ഒരു രീതി ആവേണ്ടത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുകയാണ്. ശബരിമല തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകളിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുക. അതായത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ഡോക്ടർ KS രാധാകൃഷ്ണൻ പറയുന്നത് താഴമൺ കുടുംബത്തെ മാറ്റണമെന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മറ്റു ചിലരും വ്യത്യസ്ത അഭിപ്രായം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് തന്ത്രവിദ്യാപീഠമുണ്ട്, അതും സംഘവും തമ്മിലുള്ള ബന്ധം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ മേൽശാന്തി നിയമനം പോലെ വേണമെങ്കിലാകാം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായമാണ്. എന്താണ് ഈ വിഷയത്തിൽ ഒരു നിലപാട്? ഇപ്പോൾ നോക്കൂ, കേരളത്തിലെ ക്ഷേത്ര പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തന്ത്രി എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള ഒരു രീതി അനുസരിച്ച് അത് കീഴ്വഴക്കമായിട്ട് നിലനിൽക്കുന്നത് വംശപരമ്പരയിലാണ്. എന്ന് വെച്ചാൽ ആ കുടുംബത്തിന് താന്ത്രിക അവകാശം ഒരു കുടുംബം നിർവഹിക്കുന്നതായിട്ടാണ്. അച്ഛൻ തന്ത്രി സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞാൽ ആ മകനോ അല്ലെങ്കിൽ അത് അർഹതയുള്ള കുടുംബത്തിലെ മറ്റൊരാൾ നിർവഹിച്ചു വരുന്നതാണ് പൊതുവായിട്ടുള്ള സ്വഭാവം. അത് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ പോലും താന്ത്രികാവകാശം പരമ്പരയായിട്ട് തുടരുന്നതായിട്ടാണ്. തന്ത്രിയെ മാറ്റാം, അതിലൊന്നും തെറ്റൊന്നുമില്ല. ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്ക് തന്ത്രിയെ മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ ദേവഹിതം ഒക്കെ അനുസരിച്ചിട്ട് ചിന്തിച്ച് ആ തന്ത്രിയെ മാറ്റി വേറൊരു തന്ത്രിയെ വയ്ക്കുന്നതിലൊന്നും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ എതിര് നിൽക്കുന്നില്ല. ഇവിടെ താഴമൺ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ താഴമൺ കുടുംബത്തിന് നിന്നും ഈ താന്ത്രിക അവകാശം എടുത്തു മാറ്റണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അങ്ങനൊരു അഭിപ്രായം പറയേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം താഴമൺ കുടുംബത്തിന് ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ അവകാശം, ആ അവകാശത്തിൽ താഴമൺ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്ത്രിയായിട്ട് പുതുതായിട്ട് ചാർജ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ആരായാലും തന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിനുള്ള യോഗ്യത അയാൾക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ അച്ഛൻ തന്ത്രിയായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മകൻ തന്ത്രി ആകാം എന്നുള്ളതല്ല നമ്മുടെ ഒരു രീതി ആവേണ്ടത്. അതിനുള്ള യോഗ്യത, പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ കോടാനുകോടി ഭക്തർ അവരുടെ വികാരവും അവരുടെ ഭക്തിയും ഒക്കെ കൂട്ടിക്കുഴച്ച് പ്രവർത്തിക്കുന്നൊരു സ്ഥലമാണ് ശബരിമല. അപ്പോൾ അവിടെ തന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ളതാണ്. തന്ത്രി ഒരുപാട് പൂജകൾ നിർവഹിക്കുന്ന ഒരാളാണ് തന്ത്രി ശബരിമലയിൽ. ഉത്സവബലിയൊക്കെ 4 മണിക്കൂർ 5 മണിക്കൂറാണ് ഉത്സവബലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പൂജയൊക്കെ നിർവഹിക്കുന്നത് തന്ത്രിയാണ്, പടിപൂജ നടത്തുന്നത് തന്ത്രിയാണ്. തന്ത്രിക്ക് ഒരുപാട് പൂജകൾ സംവിധാനങ്ങളിൽ തന്ത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റെങ്ങുമില്ലാത്ത വിധം 41 ദിവസവും തന്ത്രി അവിടെ ഉണ്ട് താനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തന്ത്രി ആയിട്ട് നിൽക്കുന്ന ഒരാൾ അതിനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളത് ദേവസ്വം ബോർഡ് ഉറപ്പുവരുത്തണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രഹ്മദത്തൻ തന്ത്രിയാകും, അപ്പോൾ യോഗ്യത പരിശോധിക്കേണ്ട ദേവസ്വം ബോർഡാണ്. പരിശോധിച്ച് യോഗ്യതയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് നിലപാട്. ഇപ്പോൾ ബ്രഹ്മദത്തനായാലും അല്ലെങ്കിൽ ഇപ്പോൾ മോഹനരുടെ മകനായാലും അവർക്ക് തന്ത്രിയാവാനുള്ള അവകാശമില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അവർക്ക് തന്ത്രിയാവാനുള്ള അവകാശമുണ്ട്, അതിലൊന്നും തെറ്റില്ല. പക്ഷേ തന്ത്രിയാവാനുള്ള അവകാശം കേവലം അച്ഛൻ തന്ത്രിയായിരുന്നു എന്നുള്ളതല്ല ആവേണ്ടത്. മറിച്ച് അതിനുള്ള പഠനം നടന്നിരിക്കണം, അതിനുള്ള യോഗ്യത ആർജിച്ചിരിക്കണം. അത് ദേവസ്വം ബോർഡ് ഉറപ്പുവരുത്തണം. ഇത്രയേ ഉള്ളൂ. ആ യോഗ്യത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്ത്രിയാവുന്നൊരു തടസ്സമൊന്നുമില്ല. ഇപ്പോൾ പിതൃസാനീനാണ് തന്ത്രി, അതാണ് നമ്മുടെ ഈ വിശ്വാസം നിലയ്ക്കുള്ളത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമായി ഇപ്പോൾ KS രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് താഴമൺ കുടുംബം അങ്ങനെയുള്ള പദവി കൈമാറ്റം ചെയ്യപ്പെടുന്നു വരുന്നൊരു കുടുംബം ധാർമ്മിക വിശുദ്ധി കൂടി പാലിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ രാജീവരുടെ കാര്യം നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നു. അതിനു മുമ്പ് മോഹനരുടെ കാര്യത്തിലും സമാനമായ പ്രശ്നമുണ്ടായി. അപ്പോൾ അത് വിശ്വാസികളെ മുറിപ്പെടുത്തുന്നതാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അല്ല, ഇതിനിപ്പോൾ ഞാൻ രാഷ്ട്രീയമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മൾ വേറൊരു ഉദാഹരണം ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ളയാണ്. അപ്പോൾ അഴിമതിക്കാരനായ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നു, 2 മന്ത്രിസഭയിലും മന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മന്ത്രിയായിരുന്നു. അപ്പോൾ അഴിമതിക്കാരനായ ബാലകൃഷ്ണപിള്ള ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് മകന് മന്ത്രിയാവാനുള്ള അവകാശം ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം രണ്ടുപേരും 2 ഇൻഡിവിജ്വലാണ്. അപ്പോൾ അച്ഛൻ ധാർമ്മിക വിശുദ്ധി പാലിച്ചോ ഇല്ലയോ അതൊരു തർക്ക വിഷയമാണ്. ഞാനതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല.
നിയമപരമായ അവകാശത്തെക്കുറിച്ചായിരിക്കില്ല, ധാർമ്മിക ഓക്കെ. അല്ല, അങ്ങനെ ഒരു പെർസെപ്ഷൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. താഴമൺ കുടുംബത്തിലെ രണ്ടു കൂട്ടരെ കുറിച്ചും ശരിയോ തെറ്റോ ആവട്ടെ, ജനങ്ങൾ ഒരുപാട് പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവാം. പക്ഷേ അവരുടെ മക്കളെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ജനങ്ങൾക്കില്ലല്ലോ, വിശ്വാസികൾക്കിടയിലില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്ത്രിയാവാനുള്ള അവകാശമില്ല എന്ന് പറയുന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ആകെയുള്ള മാനദണ്ഡം എന്താവണം? മാനദണ്ഡം ഈ പറഞ്ഞ മാതിരി അതിനുള്ള ധാർമ്മിക വിശുദ്ധിയുള്ളവരാവണം അവരും. അതേപോലെ ഈ താന്ത്രിക വിദ്യയിൽ അവഗാഹമുള്ളവരാവണം. അവർക്ക് തന്ത്രം അറിഞ്ഞിരിക്കണം. തന്ത്രിയാവാനുള്ള യോഗ്യത അവർ നേടിയിരിക്കണം. ഈ കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പറ്റില്ല. അതായത് യോഗ്യത എന്നത് മാത്രമാണ് പ്രശ്നം. താഴമൺ കുടുംബം തുടരുന്നതിൽ എതിർപ്പൊന്നും പറയേണ്ട കാര്യം നമുക്ക് ഇപ്പോൾ അങ്ങനെ എതിർപ്പ് പറയേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഇനി താഴമൺ കുടുംബം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ കോടതി പരിഗണിച്ച വിഷയങ്ങളാണ്. കോടതി താഴമൺ കുടുംബത്തിൻ്റെ അവകാശം സ്ഥാപിച്ചു കൊടുത്തിട്ടുള്ളതുമാണ്. ആ അവകാശത്തെ നിലനിർത്താൻ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഇനി അതല്ല, ദേവസ്വം ബോർഡിനും കോടതിക്കും നിലവിലെ സാഹചര്യത്തിൽ താന്ത്രിക സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ദേവഹിതം നോക്കട്ടെ. ഡോക്ടർ കെ.എസിനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നു? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായ ആ കാഴ്ചപ്പാട് വെച്ച് പുലർത്താനുള്ള പൂർണ്ണ അധികാരമുണ്ട്. ആ അഭിപ്രായത്തെ ആ അർത്ഥത്തിൽ മാനിക്കുകയും ചെയ്യുന്നു ഞങ്ങളൊക്കെ. അദ്ദേഹത്തിന് ഇവരാരും ശബരിമല നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ ശബരിമലയെ സംബന്ധിച്ച് ഉള്ള വിശുദ്ധി നിലനിർത്താൻ എന്ത് വേണം എന്ന് അവർ ചിന്തിക്കുന്നു. അതനുസരിച്ചിട്ടുള്ള ചില അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മൊത്തം സമൂഹം, ഹിന്ദു സമാജം, വിശ്വാസികൾ, ക്ഷേത്രം, ആ സംവിധാനം, ഇതെല്ലാം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത കുറച്ചുകൂടി ലാർജർ പെർസെപ്ഷനിൽ ചിന്തിച്ചുകൊണ്ട് നമ്മളൊരു അഭിപ്രായം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കോൺട്രഡിക്ഷനായിട്ട് കണക്കാക്കേണ്ടതില്ല, ഇതൊരു വിവാദവുമാക്കേണ്ടതില്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഏത് ക്ഷേത്രത്തിൻ്റെയും, ശബരിമലയാകട്ടെ മറ്റേതൊരു ക്ഷേത്രമാകട്ടെ, ആ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ആവാനായാലും തന്ത്രി ആവാനായാലും ആ വിഷയത്തിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം. അതിന് വേണ്ട യോഗ്യതയുള്ളവരെ ആ കാര്യത്തിൽ വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് വിശ്വാസികൾക്ക് വലിയ വിശ്വാസ തകർച്ചയുണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ക്ഷേത്ര വിശ്വാസം മാറും എന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. വളരെ നന്ദി. അതായത് അദ്ദേഹം പറയുന്നത് യോഗ്യത ഉറപ്പാക്കുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. താഴമൺ കുടുംബത്തെ മാറ്റുക എന്നതൊരു പ്രസക്തമായ കാര്യമല്ല, മറിച്ച് യോഗ്യത ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.